ശിവൻകുട്ടിക്ക് കുരുപൊട്ടിയിരിക്കുകയാണ്. അത് ഈ നഗരസഭ അധികാരത്തിൽ വന്ന അന്നു മുതൽ, മേയർ രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നത് മുതൽ ശിവൻകുട്ടിക്ക് ഇരിക്കപ്പുറതിയില്ല. നിരന്തരം ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളൂ. കൂടെ കടകംപള്ളിയുണ്ടല്ലേ? തീർച്ചയായും അത് ഒരു മാധ്യമങ്ങളെ കാണുന്ന ഒരു വേളയാണ്. പത്രസമ്മേളനമായിരുന്നു. ആ ഒരു സമയത്ത് നിരവധി പ്രശ്നങ്ങളാണ് പറയുന്നത്. തുടക്കത്തിൽ പറയുന്നത് തന്നെ നഗരസഭയെപ്പറ്റി പറഞ്ഞ് തന്നെയാണ് തുടങ്ങുന്നത്. അതിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, വി രാജേഷ് അടങ്ങുന്ന പുതിയ ഭരണസമിതി വന്ന അന്ന് മുതൽ നഗരസഭ ഇല്ലാതാക്കി. അതങ്ങ് മുടിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. എല്ലാം പ്രശ്നങ്ങളാണ്. ചവറ് മുതൽ അവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. വിളക്കുകൾ കത്തുന്നില്ല. നഗരസഭ ഇരുട്ടിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിർമ്മാണങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ നഗരസഭ മൊത്തത്തിൽ ഇല്ലാതാക്കിയത് വി രാജേഷ് ആണെന്ന് പറയുന്നു. പിന്നീട് ഏതോ ഒരു കാപ്പ പ്രതിക്ക് വേണ്ടിയിട്ടാണ് നഗരസഭ ഇരിക്കുന്നത്. അയാളെയൊക്കെ ഇനി ആജീവനാന്തം ജയിലിൽ അടയ്ക്കണമെന്നാണോ ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. അത്തരത്തിലാണ് പറയുന്നത്. പിന്നീട് കുറേ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പ്രധാനമായും 2 വിഷയമാണ് പറയുന്നത്. ഒന്നാമത് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ അങ്ങ് തഴയുന്നു, ഞങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് രണ്ടാമത്തെ വിഷയം. ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ഈ ഭരണസമിതിയെ മാറ്റണം. അത് ആദ്യം തങ്ങൾക്കൊക്കെ തങ്ങളുടെ മുന്നിലേക്ക് ഒരു തുറന്ന കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോടാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയെങ്കിലും ഇതിനെതിരെ ഒരു നടപടി എടുക്കണം, എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കണം, ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കി വിടണം എന്നാണ് ഈ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എടുത്ത് നോക്കുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശിവൻകുട്ടി നേരത്തത്തെ മേയർ ആയിരുന്നല്ലോ. അപ്പോൾ ശരിക്കും മുൻ മേയറെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമായിരുന്നു. എന്നാലല്ലേ ആ ഒരു കോളം ഒന്ന് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ 2 പേർ കൂടല്ലേ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. ഇത്ര വർഷമായിട്ട് ഇത്രയധികം പ്രശ്നം 6 മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ ഒരു ഭരണസമിതിക്കൊക്കെ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തിരുവനന്തപുരം നഗരസഭയൊക്കെ ഇല്ലാതാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിൽ ഇല്ലാതാക്കിയ ഒരു പ്രശ്നം പ്രത്യക്ഷത്തിൽ നമുക്ക് വാർത്തകളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അത്ര വലിയ ഭീകര പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത്ര അല്ലെങ്കിൽ അഴിമതി നടക്കുന്നു, കോഴ നടക്കുന്നു, ഇങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് വരുന്നുമില്ല. അവിടുത്തെ പ്രത്യേകിച്ച് ആരും ഒരു പ്രതികരണങ്ങൾ പോലും നമ്മളങ്ങനെ കേൾക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നതെന്നറിയില്ല. ആകെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത്, ഇനി ശിവൻകുട്ടി പറയുന്ന പോലെ വാർത്താ മാധ്യമങ്ങൾ വി രാജേഷിന് അനുകൂലമായി വാർത്ത കൊടുത്തിട്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അനധികൃതമായി കെട്ടിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. വർഷങ്ങളായി ഇവർ വാങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു കൂലി അതൊക്കെ നിർത്തലാക്കിയ വിവരം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ ദിവസം തന്നെ അനധികൃതമായി മറ്റ് ഈ ഫുട്പാത്തിലേക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന ചില കടകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നഗരസഭ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ തന്നെ വിഴിഞ്ഞം ഫ്ലാറ്റ് അത് മേയർ സന്ദർശിക്കുന്നതും അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്നതാണ്. അപ്പൊ ഇത്തരം വിവരങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവരുടെ തന്നെ ഒരു പാർട്ടി ഓഫീസ് പൂട്ടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സർക്കാർ ഘടകത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശിവൻകുട്ടി പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയധികം മുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം ഇല്ലാതാക്കി എന്നല്ലേ ഒരർത്ഥം വരുന്നത്. പിന്നീട് പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വയനാട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് സന്ദർശിച്ച സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം 1 മണിക്കൂറിന്റെ അടുത്തുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. ഈ 1 മണിക്കൂർ ആരും അങ്ങ് പ്രദർശിപ്പിച്ചില്ല, ആരും അങ്ങോട്ട് വിട്ടിട്ടില്ല, മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. ഇതാണ് മറ്റൊരു പരാതിയായിട്ട് പറയുന്നത്. അതിൽ ശിവൻകുട്ടിക്ക് ചെറിയ തെറ്റൊക്കെ പറ്റുന്നുണ്ട്. മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരും കേട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ തിരുത്തി കൊടുക്കുന്നുണ്ട്, മുൻ മുഖ്യമന്ത്രി എന്നുള്ള തിരുത്തലുകൾ നമുക്ക് അതിന് അധികാരം വിടാൻ മനസ്സ് വരുന്നില്ല, അതാ പ്രശ്നം. തെറ്റിപ്പോയതാണ് അദ്ദേഹത്തിന്. പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ മറന്നുപോയി. മുഖ്യമന്ത്രി വന്ന സമയത്ത് പ്രസംഗം മാധ്യമങ്ങളൊക്കെ മുക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം കൈരളിയിലായിരുന്നു തോന്നുന്നു. ആ ഒരു കൈരളിയിൽ മാത്രമേ കാണിച്ചുള്ളൂ. കൈരളി ഈ ഒരു പ്രത്യേകം അവരൊരു വാർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചാനലുകളും ഡേയും എത്ര ദൈർഘ്യം അത് പ്രദർശിപ്പിച്ചു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ എത്ര ദൈർഘ്യത്തിലാണ് എല്ലാവരും അത് പുറത്തേക്ക് വിട്ടതെന്നുള്ളതിന്റെ ഒരു പോസ്റ്റ് കാർഡ്, അതും ശിവൻകുട്ടി പറയുന്നുണ്ട്. ഞങ്ങൾ ആ പോസ്റ്റ് കാർഡൊക്കെ കണ്ടിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവിടുത്തെ ഇടതുപക്ഷത്തോടുള്ള മാധ്യമങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, മുഖ്യമന്ത്രി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ചിത്രം എടുക്കുമല്ലോ, പ്രതിപക്ഷ നേതാവ് ദുരന്തഭൂമി സന്ദർശിച്ചു. അപ്പൊ ആ ഒരു ചിത്രം, അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തത് അകത്തെ പേജിൽ ഒരു കോളത്തിലാണ്.
ഫ്രണ്ട് പേജിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? മുൻ പേജിൽ വലിയ കോളത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പടം കൊടുത്തില്ല? ഇതാണ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ബി.ജെ.പി. ഭരണം നഗരസഭയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നഗരസഭയിൽ നിന്ന് ഒഴിപ്പിക്കണം. ഒഴിപ്പിച്ചേ മതിയാകൂ. ഒഴിപ്പിച്ചില്ല എങ്കിൽ തിരുവനന്തപുരം നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ നശിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ടോ? അതായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വിളക്ക് കത്തുന്നില്ല എന്നല്ലേ? ആ. അത് KCB അല്ലേ? തെരുവിളക്ക് എന്ന കോർപ്പറേഷൻ ടെൻഡറിലായത്. കോർപ്പറേഷൻ ഈ പണം കൊടുത്തിട്ടായിരിക്കും പലയിടത്തും സ്ഥാപിക്കുന്നത്. അത് തദ്ദേശ വികസനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന കോർപ്പറേഷന് ലൈൻമാൻ ഉണ്ടോ? കോർപ്പറേഷന് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടോ? ഇതൊക്കെ KCB ആണ് ചെയ്യേണ്ടത്. KCBയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ്. ഇത് ഇന്ന സ്ഥലത്തെ തെരുവിളക്കുകൾ ശരിയാക്കണം, അതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഇത്ര രൂപയാണ് കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നുള്ളതാണെങ്കിൽ അതിങ്ങനെ, ഇതൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ക്രമവും നിയമവും ഒക്കെ പാലിച്ചിട്ടായിരിക്കുമല്ലോ ഇവർ ചെയ്യുന്നത്. അത് കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താ പ്രശ്നം, തെരുവിളക്കുകൾ അല്ലാതെ പറഞ്ഞിരിക്കുന്ന മാലിന്യ പ്രശ്നമാണ്. മാലിന്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പുതിയ കെട്ടിടങ്ങളൊന്നും വി രാജേഷ് നിർമ്മിക്കുന്നില്ല. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിനെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല. പക്ഷെ നിർമ്മിക്കുന്നില്ല എന്നും പുതിയ പറഞ്ഞിട്ടുണ്ട്. കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഇപ്പം അധികാരത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ പദ്ധതികളൊക്കെ നടപ്പിലാക്കി വരാനായിട്ട് സമയമെടുക്കില്ലേ? ഇത് ഏത് മനുഷ്യനെ സാധാരണക്കാരന് അറിയാവുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നമാണെങ്കിൽ കൃത്യമായിട്ട് കോർപ്പറേഷൻ അത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഓടകൾ വൃത്തിയാക്കുന്നുണ്ട്, വെള്ളക്കെട്ട് പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അതായത് വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടകൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിലേക്കൂടെ വെള്ളം ഒഴുകി പൊക്കോളും. പിന്നെ മാലിന്യ പ്രശ്നമാണെങ്കിൽ അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നൊന്നായിട്ട് ചെയ്തുകൊണ്ട് വരികയല്ലേ. ഹരിതകർമ്മസേനയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു, അതിൻ്റെ ഘടകങ്ങൾ വികസിപ്പിക്കുന്നു, മാലിന്യ ശേഖരണം, മാലിന്യ സംസ്കരണം, അത് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രശ്നങ്ങൾ ഇവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട്, അഴിമതിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് 5500 കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും അടക്കം, പാഠപുസ്തകങ്ങളിലെ പുസ്തകങ്ങൾ ബുക്കുകളും മറ്റ് ഉപകരണങ്ങളും അടക്കം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ചെയ്തത് ഈ പറയുന്ന കോർപ്പറേഷനല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് കോർപ്പറേഷൻ ചെയ്തു വരുന്നുണ്ട്. അതിൽ യാതൊരു തടസ്സമോ ഒരു ഉപേക്ഷയോ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന്, അതിന് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഫ്ലാറ്റിൻ്റെ കേസല്ലേ, കൃത്യമായിട്ട് മേയർ അവിടെ ചെന്ന് ഓരോരോ പ്രശ്നങ്ങളായിട്ട് പരിഹരിക്കുന്നില്ലേ? അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ലേ? അവിടുത്തെ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നില്ലേ? കറപ്ഷൻ നിർത്തുന്നതിന് വേണ്ടിയിട്ട്, കോൺട്രാക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടുന്നില്ലേ? അങ്ങനെ ഒന്നൊഴിയാതെ എല്ലാ വിഷയങ്ങളിലും നിരന്തരമായി കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കോർപ്പറേഷൻ്റെ ജോലികൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പാളയം മാർക്കറ്റിലെ ഗുണ്ടാപിരിവ് അവസാനിപ്പിച്ചു. ഈ എന്താണ് കല്യാണ മണ്ഡപങ്ങൾ കോർപ്പറേഷൻ്റെ കീഴിലുള്ളതിനെ അനധികൃതമായി കൈവശം വെച്ച് കോർപ്പറേഷനിൽ പണം അടയ്ക്കാതെ അവിടെ സ്വകാര്യ വ്യക്തികൾ, പലപ്പോഴും CPMകാർ സ്വന്തം ഇഷ്ടപ്രകാരം ആൾക്കാരുടെ വിവാഹവും പരിപാടിയൊക്കെ നടത്തി പണം തട്ടുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അത് നിർത്തിച്ചില്ലേ? അങ്ങനെ എത്രയെത്ര കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചെടുത്തു. സർക്കാർ കെട്ടിടത്തിൽ, കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാർട്ടി ഓഫീസ് നമ്മൾ കണ്ടതല്ലേ വീഡിയോ? അവിടുത്തെ കൊടി തോരണങ്ങളൊക്കെ എടുത്ത് മാറ്റി അത് ശുചീകരിച്ച് കൃത്യമായിട്ട് അതിനെ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. വാടകയ്ക്ക് ഓരോരുത്തർ എടുക്കുന്നു, എന്നാൽ അവരല്ല അവിടെ സ്ഥാപനം നടത്തുന്നത്. മറ്റൊരാൾക്ക് വീണ്ടും വാടകയ്ക്ക് കൊടുക്കുന്നു, എന്നിട്ട് വലിയ തുക വാങ്ങിക്കുന്നു. അതായത് ഒരു മാസം 10,000 രൂപ വാടക കിട്ടേണ്ട സ്ഥലത്ത് ഇവർ വർഷം 10,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് മറിച്ച് 15,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കോർപ്പറേഷൻ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പാളയം മാർക്കറ്റിനകത്ത് അനധികൃതമായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ ഇഷ്ടപ്രകാരം. അതൊക്കെ മതിയാക്കിച്ചില്ലേ? നിർത്തിച്ചില്ലേ? ഇങ്ങനെ എന്തെല്ലാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്ന അഴിമതി. തന്നിഷ്ടപ്രകാരം ആൾക്കാരെ നിയമിക്കുന്നു, പാർട്ടി ഓഫീസിൽ നിന്ന് കത്ത് കൊടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം. ഈ പറയുന്ന ശുചീകരണം നടത്താത്ത സമയത്ത് പോലും ശുചീകരണം നടത്തിയെന്ന് പറഞ്ഞ് അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പേരിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു ഭരണസമിതി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ കൊള്ള നടത്താമെന്നുള്ളതിനെ പറ്റിയിട്ട് തൊടുന്ന കാര്യങ്ങളിലെല്ലാം പ്രശ്നം. അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കകത്ത് അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കോർപ്പറേഷൻ മാറിക്കൊണ്ടിരുന്നു. അല്ല, പിന്നീട് ഒരു കാര്യം കൂടെ ശിവൻകുട്ടി സഖാവ് പറയുന്നുണ്ട്. കാപ്പ കേസ് പ്രതിക്ക് വാർത്താ പ്രാധാന്യമുണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് വാർത്താ പ്രാധാന്യമില്ല. ആരാ പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ, അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യമില്ല. ഇതാണ് പറയുന്നത്. എവിടെ നോക്കിയാലും കാപ്പ കേസ് പ്രതി,
എത്ര അയാളുടെ ഭയമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇവർക്ക്. ശിവൻകുട്ടിയെ പോലുള്ള ഒരാൾക്ക് ഈ പറയുന്ന CPM നേതാക്കൾക്ക് സുഗതൻ ഒരു കൗൺസിലർ മാത്രമാണ്. സൂതൻ വലിയ നേതാവോ ഭയങ്കര സംവിധാനമോ ഒന്നുമുള്ള ഒരു മനുഷ്യനോ ഒന്നുമല്ല. വെറും സാധാരണ വീട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള അത്ര വലിയ ജനപിന്തുണയൊന്നും ഇല്ലാത്ത അയാളുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അവിടെ ഒരു സംഘടനാ പ്രവർത്തനം നടത്തി അവിടെ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ എന്തുണ്ടായി? ആ മേഖലയിലാകെ വലിയ സ്വാധീനമുണ്ടായി. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾ, പ്രവർത്തനങ്ങളും അവിടുത്തെ നാടിൻ്റെ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആൾ, അവിടെ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിച്ച ആൾ അവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ വരും, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള വാർത്തകൾക്ക് പ്രാധാന്യം നേടും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പറ്റി വലിയ തോതിൽ ചർച്ച ചെയ്തു. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. സുഗതൻ ഓരോരോ നടപടികളായിട്ട് റോഡ് നിർമ്മാണം മുതൽ ഈ പറയുന്ന അവിടുത്തെ ഹാളിൻ്റെ നിർമ്മാണം അടക്കം എല്ലാ കാര്യത്തിനും തുറന്ന് കാട്ടിക്കൊണ്ടിരുന്നു. കൃത്യമായി വ്യക്തമായി ഓരോ കാര്യങ്ങളും ഫാക്റ്റാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതല്ല. അപ്പം ജനങ്ങൾക്ക് സ്വീകാര്യത കൂടും. അതിൽ കണ്ണുകടി തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ശിവൻകുട്ടിയെ എങ്ങനെ ആൾക്കാർ സുഗതനെ അടയാളപ്പെടുത്തുന്നത് സുഗതൻ നടത്തിയ പ്രവർത്തനങ്ങളിലാണ്. ശിവൻകുട്ടിയെ ജനങ്ങൾ ഓർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ കാര്യമില്ല. നിയമസഭയിലെ പ്രകടനം, വിശ്വവിഖ്യാതമായ പ്രകടനമുണ്ടല്ലോ, മുണ്ടുമടക്കി നെഞ്ചത്ത് കുത്തിയിട്ട് ആ ഡെസ്കിൻ്റെ മുകളിൽ കൂടി ചാടി നടന്ന് സ്പീക്കറുടെ ചേംബറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു പൊട്ടിച്ച്, അതൊക്കെയല്ലേ പൊതുമുതൽ നശിപ്പിച്ച ആളല്ലേ ഈ നിന്ന് നഗരം നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. സംസ്ഥാന നിയമസഭ, സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്ന, അതും ബജറ്റ് ദിവസം അതിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി അക്രമമുണ്ടാക്കി അവിടെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്പീക്കറുടെ ചേംബറിൽ കയറി ആ സംവിധാനങ്ങളൊക്കെ വലിച്ചിളക്കി ഒടിച്ച് കളയുന്ന ആളെ പൊതുമുതൽ നശിപ്പിക്കുന്നവൻ സാമൂഹ്യ വിരുദ്ധനല്ലേ? ആ സാമൂഹ്യ വിരുദ്ധൻ വന്നിട്ട് ഇത് പ്രസംഗിക്കുകയാണോ? ഇത് എനിക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരണം, മറ്റേ ഇവരുണ്ടല്ലോ വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെയാണ്. അതുപോലെയാണോ തോന്നുന്നത് ശിവൻകുട്ടി പ്രസംഗിക്കുമ്പോൾ? ശിവൻകുട്ടി വന്നിരുന്ന ന്യായം, വികസനത്തെ പറ്റി, പൊതുമുതൽ നശിപ്പിച്ച ക്രിമിനലല്ലേ ശിവൻകുട്ടി? ആ കേസിൽ ശിക്ഷിക്കപ്പെടുകയെങ്കിലും ചെയ്തു. എന്തുകൊണ്ടാണ്? പൊതുജനങ്ങൾ മൊത്തം കണ്ടതല്ലേ. ജയിലിൽ കിടക്കേണ്ട ആളാണ്. നമ്മൾ സാധാരണ ഒരു സാധാരണ വ്യക്തിയാണ് പൊതുമുതൽ നശിപ്പിച്ചതെങ്കിലും ഒന്നും വേണ്ട. മറ്റേ ട്രാഫിക്കിൻ്റെ ഒരു കുറ്റി ഇങ്ങനെ വെച്ചേക്കുമല്ലോ, ഓറഞ്ച് കളറിലുള്ളത്. അത് വണ്ടി ഇടിച്ച് പൊട്ടിയാൽ എത്ര രൂപ ഫൈൻ അടയ്ക്കണമെന്ന് അറിയാമോ? ആ ഫൈന് സാധാരണക്കാരനാണ് വണ്ടി ഇടിച്ചാണ്, ഒരുത്തൻ്റെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചാണ് അത് പൊട്ടിപ്പോയി എന്ന് വെച്ചോ, പൊതുമുതലാണ് അത് നശിപ്പിച്ചതിന് കേസുണ്ടാവും. കേസിൻ്റെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അത് ചെയ്യാൻ ഒരാൾ ഇടയ്ക്ക് എവിടെയോ ഒരാൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ തോട്ടത്തിലെ ഇത് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മരത്തിനെങ്ങാണ്ട് കേടുപാടുണ്ടാക്കി, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ ഒരു വസ്തുവിന് കേടുപാടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ 500 രൂപ ശിക്ഷ അനുഭവിക്കേണ്ട അയാളുടെ JCB പിടിച്ചിട്ട് 5 വർഷം JCB പിടിച്ചിട്ടു. 5 വർഷം JCB പിടിച്ചിട്ടു. ശിവൻകുട്ടിയെ ജയിലിൽ പിടിച്ചിട്ടോ? നഷ്ടപരിഹാരം ഇതുവരെയെങ്കിലും അടച്ചിട്ടുണ്ടോ? ശിവൻകുട്ടി അതിന് ശേഷം MLA ആയി, വീണ്ടും മന്ത്രിയായി അല്ലേ? എന്നിട്ട് ഭരിച്ചു. എത്ര ലക്ഷം രൂപയാണ് ഈ പറയുന്ന മന്ത്രിക്ക് ശമ്പളം? ആ ശമ്പളമൊക്കെ കൈപ്പറ്റിയില്ലേ? ഈ അലവൻസുകളെല്ലാം കൈപ്പറ്റിയില്ലേ? എന്നിട്ട് നിയമസഭയിൽ നശിപ്പിച്ച ആ സാധനങ്ങളുടെ പൈസ കൊടുത്തോ? അത് നന്നാക്കി കൊടുത്തോ? ഇല്ലല്ലോ. എന്നിട്ട് അത് നന്നാക്കി കൊടുത്തിട്ട് ഈ പറയുന്ന പ്രസംഗം നടത്തുക. തീർച്ചയായും ഇവർക്ക് വിഷമം ഉണ്ടാകാൻ കാരണം കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് വയനാട് ഭൂമി സന്ദർശിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു വാർത്ത വന്നതാണ്, സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. അപ്പോൾ ഈ 2 വാർത്തയും കൂടെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് ആരും മുൻതൂക്കം കൊടുത്തില്ല. എല്ലാവരും സുഗതന്റെ വിശദാംശങ്ങളെ പറ്റി പറഞ്ഞു, സുഗതന്റെ കേസിനെ പറ്റി പറഞ്ഞു. അതായിരിക്കാം ഇത്രയധികം ഇവർക്ക് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വരികയും ഇത് തുറന്നു പറയുകയും ഈ 2 വിഷയങ്ങളൂടെ ചേർത്ത് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.